നമസ്കാരം. இந்த മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഇന്ന് ഡമാമിലാണ് ഇരിക്കുന്നു. ഇത് നിങ്ങൾ കേൾക്കുന്ന സമയം ഞാൻ ദുബായ്ക്ക് വന്നിരിക്കുന്നു. ഇവിടെ വളരെ കുളിരാണ്. ഞാൻ എൻ്റെ ഒറിജിനൽ ക്രിക്കറ്റ് സ്വെറ്റിനെ എടുത്ത് ഞാൻ ഇട്ടിരിക്കുന്നു. നമ്മളെ സ്ഥലത്തിൽ വന്നത് ഭയങ്കര സന്തോഷമാണ്. എല്ലാ സ്ഥലവും ചുറ്റി നോക്കിയായിരുന്നു. ആൻ്റണി എന്ന് ഒരാളെ കണ്ടായിരുന്നു. വിനോദ് കണ്ടുപിടിച്ച ആളാണ്. ഹി വാസ് വെരി ഹെൽപ്ഫുൾ ഇൻ ഐഡൻറ്റിഫൈങ് വേൾഡ് സൈസ്. എന്തെന്ന് വെച്ചാൽ അവർ 1982 അതായത് ഞാൻ അവസാനം വന്ന സമയമാണ് അവരകത്ത് വന്നിരിക്കുന്നത്. എല്ലാം അവർക്ക് ഓർമ്മയിലുണ്ട്. അവർ ചുറ്റി കാണിച്ചായിരുന്നു. ഓക്കെ സർ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ മിസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ ഇന്ന് ചോദിക്കാം സർ. Q3 റിസൾട്ട് നോക്കുവാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എടുക്കുവാണെങ്കിൽ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ വന്നിട്ട് 708 crores പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നു. പാസഞ്ചർ നോക്കുമ്പോൾ അറൌണ്ട് 3000-4000 വന്നിട്ട് അത് ലോസ് ചെയ്തിരിക്കുന്നു. പാസഞ്ചർ വെഹിക്കിൾ ലോസിന് നിങ്ങൾ വലുതായിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഈ ലോസിന് കാരണം വന്നിട്ട് JLR ആണ്. JLR വിടുവാണെങ്കിൽ ഇത് ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടിരിക്കും. JLR വന്നിട്ട് ഈ സൈബർ സെക്യൂരിറ്റി കാരണം വന്ന ലോസസ് ആണ്. ഇത് ലോങ് ടേമിൽ വെളിയിൽ പോവും. ഇതിനെ ഇഗ്നോർ ചെയ്യുന്നത് നല്ലതാണ്. ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങളെ ജോലിയെ നിങ്ങൾ നോക്കാം. ഇത് കാരണം തന്നെ PB ബാലാജി വന്ന് പോസ്റ്റിൽ ഇരുന്ന് മാറ്റി JLRന്റെ CEO ആയിട്ട് അവർ അറിയിച്ചിരിക്കുന്നു. CEO-നെ സീറ്റിനെ കിളിച്ച് വീട്ടിൽ അയച്ചിരിക്കുന്നു. ഇതിന് ലാസിൽ തന്നെ ഈശ്വർ ഈ ലെവലിൽ ഇരിക്കുമ്പോൾ ഇവര് ഈ ലോസിനെ മിറ്റിഗേറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അവരുടെ നെക്സ്റ്റ് ലെവൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ലോസിനെ യൂസ് ചെയ്തതുപോലെ അകത്ത് കുറച്ച് ഇറങ്ങണമെന്ന് നല്ലതല്ലേ സർ? ഇതിൻ്റെ പ്രൈസ് ഹൈ ആയിരുന്നാലും ആ കോയിനെ നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചിരിക്കുന്നു. നല്ല വലുതാവും. സോ ഇതിന് രണ്ടിനെയും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ലോങ് ടേമിൽ നിങ്ങൾക്ക് നല്ല ഒരു ലാഭമാണ്. ഞങ്ങൾക്ക് വന്നിട്ട് ആക്ച്വലി നോക്കുവാണെങ്കിൽ ഈ വെഹിക്കിൾ കമ്പനിയെ പൊറുക്കമട്ടിൽ മോട്ടോഴ്സിനെ വിടുവാണെങ്കിൽ PE കുറവായിരിക്കുന്നത് ഇന്ത്യയിൽ ഒന്നും ഇല്ല എന്നതാണ് അവസ്ഥ. അടുത്തത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CEO PR ശേഷാദ്രി റിട്ടയർ ആവുന്നു. നിങ്ങൾ ഓഫൺ പറയുന്ന കാര്യം PR ശേഷാദ്രി അതിനെ ടേൺ അറൗണ്ട് ചെയ്യും എന്നാണ്. ഇപ്പോൾ അവർ അത്രയും ചെയ്യുന്ന ആളായിരുന്ന എന്തുകൊണ്ടാണ് ആ മാനേജ്മെന്റ് 2 വർഷത്തിന് തള്ളി വെക്കാത്തത് സർ? മാനേജ്മെന്റ് മുൻ വന്നു. പക്ഷേ ഇവർ തൻ്റെ പേഴ്സണൽ റീസൺ കാരണമാണ് പുറത്തേക്ക് പോകുന്നത്. ഇവർ ഇപ്പോൾ ഇനിയൊരു ബാങ്കിൽ ഫൈനാൻസ് കമ്പനിയെ പോകും തന്നെ അറിയാം. ഇത് നല്ലൊരു ടേൺ ഓവർ ഉണ്ടായി. ഈ ഡിപ്പ് എന്ന് പറയുന്നത് ഞാനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നോക്കുന്നു. നല്ല ഒരു മാനേജറാണ്. ഇനിയൊരു PR ശേഷാദ്രിയെ പിടിച്ചിട്ട് വരുമെന്നാണ് തോന്നുന്നു. ഈ കർണാടക ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള പ്രോബ്ലം ഈ യൂണിയനാണ്. പക്ഷെ ആ പ്രോബ്ലം ഇവർ സോൾവ് ചെയ്തെന്നല്ലേ സർ അറിഞ്ഞത്? പക്ഷേ ഒരളവിനാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഒരു അഗ്രിമെന്റ് കയ്യിൽ ഇട്ടിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് Q3 അവർ വന്ന് പ്രോഫിറ്റ് വന്നിട്ട് 48% ഇൻക്രീസ് ആയിരിക്കുന്നു. IDFCന് നിങ്ങൾ പട്ടാസ് ടെസ്റ്റിൽ ഇരിക്കുന്ന ഇല്ല വൈറസ് സൂചി ആയ സർ റൈസ് ടു ബുക്ക് 1.6 ഇരിക്കുന്നു. ഇല്ല, ഇന്നും പട്ടാസ് ലിസ്റ്റ് തന്നെ ഇരിക്കുന്നു. ദിവസം കൺസിഡർ ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ കൺസിഡർ ചെയ്യാം. ഇന്നും കുറച്ച് 15 വർഷം സർവീസ് അതിന് ഇരിക്കുന്നു. സോ ലോങ് ടേമിൽ ടോപ്പ് 5 ഇന്ത്യൻ ബാങ്ക്സിൽ വരും. കെവിൻ വാഷ് മുഖ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എൻ്റെ ബാലൻസ് ഷീറ്റ് ഷ്രിങ്ക് ചെയ്യും, എഴുത്തിനെ കുറയ്ക്കാൻ എന്ത് ഓപ്ഷൻ ഉണ്ടോ അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് മാർക്കറ്റിൽ എങ്ങനത്തെ ഇംപ്ലിക്കേഷൻസ് കൊടുക്കും, പിന്നെ ടഫർ ടൈംസ് അഹെഡ് എന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് കെവിൻ വാഷ് വന്നിട്ട് ബാലൻസ് ഷീറ്റിനെ കുറയ്ക്കുവാണെങ്കിൽ 1 ട്രില്യൺ ഇരുന്ന ബാലൻസ് ഷീറ്റിനെ 10 ട്രില്യൺ ആക്കിയിരിക്കുന്നു. ഇവർ ഒരു 2 ട്രില്യൺ കട്ട് ചെയ്താൽ കൂടെ മാർക്കറ്റിന് ഒരു ഭീതിനെ കിളപ്പും. സ്റ്റോക്ക് മാർക്കറ്റിനൊക്കെ ടഫ് ടൈമാണിത്. ഇവർ ചെയ്യുവാണെങ്കിൽ കോസ്റ്റ് ഓഫ് മണി കയറും. ഗോൾഡിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരും. ഇപ്പം മാർക്കറ്റിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നത് ഇപ്പം മനസ്സിലാക്കാം. വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. മാർക്കറ്റ് ഡെഫിനറ്റ് ആയിട്ട് ക്രാക്ക് ആവും. പിന്നെ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ആദ്യം വീഴും. അവർ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഗോൾഡിന്റെ വില അവർ ഡെഫിനറ്റ് ആയിട്ട് ക്രാക്ക് ആവും. ക്രാക്ക് ആവും എന്ന് പറയുന്ന താഴെ പോകുന്നു വിചാരിക്കുന്ന അല്ല മേളിൽ പോകുന്നു അവർ വിചാരിക്കുന്നു. ഇതിനെ ചെയ്യുവാണെങ്കിൽ ഗോൾഡിന്റെ വില താഴെ ഇറങ്ങേണ്ട ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. ഫെഡിന്റെ ബാലൻസ് ഷീറ്റിനെ സബ്സ്റ്റാൻഷ്യലായിട്ട് കുറയ്ക്കുവാണെങ്കിൽ ഗോൾഡ് വന്നിട്ട് ഒരു $300-400 താഴെ വീഴും. 4500 പോകാനും ചാൻസ് വളരെ നന്നായിട്ടിരിക്കുന്നു. അതിനു മുമ്പേ 4500 പോകുവാണെങ്കിൽ ആ സമയം 4000 വരെ ഇറങ്ങാനും ചാൻസസ് കൂടുതലുണ്ട്. ഇഫ് ഹി ക്യാരീസ് ഔട്ട് ദിസ് ട്രെൻഡ്. ഓക്കെ ഫൈൻ സർ. പിന്നെ ഈ AI വന്നിട്ട് അടുത്ത 5 വർഷത്തിൽ ഈ മിഡിൽ ലെവൽ ജോബ്സ് എല്ലാത്തിനും ഡെമോളിഷ് ചെയ്യുമെന്ന് ആൻട്രോപ്പിയുടെ CEO പറഞ്ഞിരിക്കുന്നു. US-ന്റെ സോഫ്റ്റ്വെയർ സ്റ്റോക്സ് ഒക്കെ അറൌണ്ട് $1 trillion അത്രയ്ക്കും ശരി വിളഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ് നോക്കുന്നു? വാട്ട് വിൽ ബി ദി നെക്സ്റ്റ് ഫോർ IT കമ്പനീസ്? എൻട്രി ലെവൽ ജോബ്സ് ഡെഫിനറ്റ് ആയിട്ട് പോവും. ആസ് എ സർവീസ് ആരൊക്കെ കൊടുക്കുന്നോ അവർക്കൊക്കെ ഡെഫിനറ്റ് ആയിട്ട് പ്രോബ്ലം വരും. ഇത് കാരണമാണ് IT സ്റ്റോക്കൊക്കെ കറക്റ്റ് ആയത്. എൻ്റെ ഫീലിംഗ് എന്തെന്ന് വെച്ചാൽ ആൻട്രപ്പിനെ യൂസ് ചെയ്യാൻ തന്നെ ആൾക്കാർ വേണം. എന്തെന്ന് വെച്ചാൽ അമേരിക്കയിലത്തെ യൂസ് ചെയ്യുന്നു, പക്ഷേ ഒരുപാട് ഇന്ത്യൻസിന് കൂടെ അത് മനസ്സിലാകത്തില്ല. സോ ദ സ്കിൽ സെറ്റ് വിൽ ബി ചേഞ്ച്ഡ് ബട്ട് ദ എംപ്ലോയ്മെൻറ്റ് വിൽ ബി ദർ. അത് എൻട്രി ലെവൽ ജോബ്സ് അവർ പറഞ്ഞതുപോലെ ഡെഫിനറ്റ് ആയിട്ട് പോവും.
ഓക്കെ സർ. അപ്പോൾ സ്കിൽ സെറ്റ് ചേഞ്ച് ആവും. സ്കിൽ സെറ്റിന്റെ ബേസ് ചെയ്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം അല്ലേ സർ? ഇത് ഫെഡറൽ ബാങ്കിൽ ഈ 9.99% ബ്ലാക്ക് സ്റ്റോൺ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നു എന്തോ പറഞ്ഞു സർ. KVS ഫണ്ട് കൊണ്ടുവന്നിരിക്കുന്നു. KVS മണിനോ അഗ്രസീവായിട്ട് ഗ്രോ ആവും. സിയും IDFCയും ഫെഡറലും അവർ കോമ്പറ്റീഷനാണ്. ഫെഡറൽ ബാങ്ക് വന്നിട്ട് ഒരുപാട് വർഷമായിട്ട് ഇരിക്കുന്നതല്ലേ സർ? ഇരുന്നാലും ലെഗസി പ്രോബ്ലം ഒക്കെ ഇരിക്കുമല്ല, ഈ യൂണിയൻ അങ്ങനെയൊക്കെ. ബട്ട് ഇപ്പോൾ അവര് ഇന്റർനാഷണൽ സ്റ്റേക്ക് ഹോൾഡറിനകത്ത് കൊണ്ടുവരുന്നു. എന്നാൽ ഇത് വിൽക്കുന്ന സമയമല്ലേ സർ? അല്ലേ? ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ വാൺബർ ഫിംഗേഴ്സ് വന്നിട്ട് IDFC ചെയ്തതുപോലെ നടക്കാൻ ചാൻസസ് ഉണ്ടോ സർ? അവിടെ ഒന്നും നടക്കത്തില്ല. ഇനി കൺട്രോൾ ഹാസ് ടു ബി വിത്ത് ഇന്ത്യൻസ് ഓൺലി. അവളൊന്നും അവിടെ വിട്ടു പോകത്തില്ല. ബട്ട് ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കും. സബാസ് ശരിയായ പോട്ടി എന്ന് അല്ലേ സർ? എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ITCയിൽ നിന്ന്. ഞാൻ അറിഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് ആ മെയിൽ വന്നിരിക്കും. എന്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ 6 രൂപ 50 പൈസ തരും നിങ്ങൾക്ക്. ഈ ഇൻട്രീം ഡിവിഡൻഡ് വരും. എന്നാൽ ഈ 6 ഫെബ്രുവരി 28 ഇത് സാക്ഷി വരും. വരുന്ന ഡിവിഡൻഡിന് തിരികെ ITCയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തോ. അവരെന്ത് അതിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഞങ്ങൾ തന്നെ 10% KDS പിരിച്ചിട്ട് തന്നെ തരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ പാനും ആധാറും ലിങ്ക് ആവാതെ ഇരിക്കുവാണെങ്കിൽ 20% പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മേളിൽ ഡിവിഡൻഡ് വരുവാണെങ്കിൽ അതിനെ പിടിക്കുമില്ലെങ്കിൽ പിടിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു 1000 ഷെയർ 2000 ഷെയർ വച്ചിരിക്കുന്നവർക്ക് ടാക്സ് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കാമോ സർ? ഇത് ടാക്സിൽ എന്താണ് സർ പ്രോബ്ലം വരും? തിരികെ വാങ്ങാൻ പറ്റുമോ? നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് വാങ്ങാം. അപ്പോൾ വാങ്ങാൻ പറ്റും അല്ലേ? അതെ, വാങ്ങാൻ പറ്റും. എൻ്റെ സാലറി സ്ലാബിൽ പോയി വിളുമാ സർ? നിങ്ങളെ സാലറി സ്ലാബിൽ തന്നെ വിളും. ബട്ട് അത് ടാക്സ് പെയ്ഡ് പോലെ കണക്കിൽ വരും. നിങ്ങൾക്ക് അതിനെ വാങ്ങാൻ പറ്റും. നിങ്ങൾ ഞങ്ങൾ ടീമിനെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. സാർ അപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആയിരിക്കുന്നതാണ് മാത്രം സാർ പറയണം. ഇപ്പോൾ വാല്യൂ ഒരു 10 lakh ഇരിക്കുന്നു, ഡിവിഡൻഡ് ഒരു 15,000 രൂപ വന്നിരിക്കുന്നു. എന്നാൽ ആഡ് ആകും, ഞാൻ TDS ഫയൽ ചെയ്ത് വാങ്ങാം. IT റിട്ടേൺസ് ഫയൽ ചെയ്ത് വാങ്ങാം. വേറെ എൻ്റെ സാലറി 12 lakh അല്ലെങ്കിൽ 13 lakh ഇരിക്കുന്നു. എന്നാൽ ഇത് അത് ടാക്സ് സ്ലാബിൽ പോയി ടാക്സ് ഒക്കെ ഇതുപോലെ കണക്കെടുക്കണം. കറക്റ്റാ സർ? അതെ. അവർക്ക് മെയിൽ വന്ന കാരണം ഒരു കൺഫ്യൂഷൻ ഇരിക്കും. സോ കമൻസിൽ ചോദിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത് സാർ. അടുത്തത് 2-3 ഷെയർ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്. ഇതിന്റെ റെസൾട്ട് നന്നാ വന്നിരിക്കുന്നു. അടുത്ത് ഇവരെ മുകളിൽ 100 രൂപയ്ക്ക് പോയിരിക്കുന്നു. ന്യൂ പ്രൈസിന് താഴെ ഇരിക്കുന്ന സമയം കൺസിഡർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലം സോൾവ് ആയില്ല. ഒരു പ്രോബ്ലം സോൾവ് ആയെങ്കിൽ ഇന്നും അത് ഗ്രേറ്റർ ഹൈറ്റ്സ് പോവും. ഇതിന് വന്നിട്ട് IDFC ഫെഡറൽ ബാങ്കിന് ഈക്വൽ ആയിട്ട് നിങ്ങൾ എതിർ നോക്കുന്ന സാർ? പ്രോബ്ലം വന്ന് റിസോൾവ് ആയെങ്കിൽ അതിന് ഈക്വൽ വരും. ഇത് റിസോൾവ് ആവാൻ ഒരുപാട് കൊല്ലം എടുക്കും. അതുവരെയും കാത്തിരിക്കാൻ റെഡിയാ എന്നതാണ് ചോദ്യം അല്ലേ സാർ? ഷെയറിനെ പൊരുത്ത മട്ടിൽ നിങ്ങൾ ഒരുപാട് കൊല്ലം കൊണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വർഷം അയച്ചാൻ പറ്റുമെങ്കിൽ മാത്രം കൺസിഡർ ചെയ്യാൻ. നിങ്ങളെ സ്റ്റാൻഡ് മാറിയില്ല സാർ. അടുത്തത് ടാറ്റ പവർ സാർ. അവരെ Q3 വന്നിട്ടുണ്ട്. അവരെ Q3 റിസൾട്ട്സ് ഫ്ലാറ്റ് ആയിരുന്നാലും വേറെ പവർ പ്ലാന്റ് ഇഷ്യൂ അവരെ വന്ന് നഷ്ടപ്പെടുത്തുമെന്ന് തോന്നുന്നു. അവർക്ക് കൊടുക്കേണ്ട കാശിന് ഗവൺമെൻറ് കൊടുത്തില്ല. 4 അൾട്രാ പവർ പ്ലാന്റ് മെഗാ പ്രോജക്റ്റ് അവർ ഡിസൈഡ് ചെയ്തായിരുന്നു. ഒന്ന് വന്നിട്ട് ഫഷാനിൽ 1, പിന്നെ കൃഷ്ണപട്ടണത്തിൽ 1, ഒന്ന് മുന്തിര, ഇനിയൊരു സ്ഥലത്തിൽ. ഇത് വന്നിട്ട് ടാറ്റ മാത്രം നിന്ന് പ്രോജക്റ്റിന് കംപ്ലീറ്റ് ചെയ്തു. ആ പ്രോജക്റ്റ് അവർ പൊരുത്ത മട്ടിൽ അവർക്ക് ഫെയിലിയറാണ്. ഇത് അവർ ഇട്ട കാശിന് അതിൽ അവർക്ക് റിട്ടേൺ കിട്ടിയില്ലായിരുന്നു. ഫുൾ പ്രൈസ് വന്നിട്ട് അവർ അസ്യൂം ചെയ്ത് കോട്ട് ചെയ്തായിരുന്നു. പക്ഷേ കോളിൻ്റെ പ്രൈസ് അതിനെക്കാട്ടിലും കയറിയായിരുന്നു. ഇന്തോനേഷ്യയിൽ അവർക്ക് കോൾ വാങ്ങി ഇന്ത്യക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. വെച്ചാൽ ഇന്തോനേഷ്യ ഗവൺമെൻറ് വന്നിട്ട് പൊസിഷനെ മാറ്റിയിരുന്നു. ഓവറാളാ നോക്കുമ്പോൾ ഈ കമ്പനി വന്നിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ ഇരുന്നും ഇത് ഹൈലി ഓവർ വാല്യൂഡ് ആണ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും വളരെ എക്സ്പ്ലനേഷൻ കൊടുത്തതിന് വളരെ നന്ദി. ഇപ്പോൾ ഡെഫിനറ്റായിട്ട് കെവിൻ വാഷ് പറയുന്നത് ചെയ്യുവാണെങ്കിൽ ഗോൾഡും വെള്ളിയും ബോൾട്ടനൊക്കെ ആവും. നമുക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു സാർ. ഗോൾഡും വിളേണ്ട ചാൻസ് ഇരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.